ഇപ്പൊ ചെന്നിയാണ് മാജിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോയിട്ട് ഇവളുടെ അമ്മ പറഞ്ഞെല്ലാം കേട്ടിപ്പോ ഇവൾക്ക് കരച്ചിൽ വരുവാണ്, കരഞ്ഞോളം പറയും. പക്ഷെ പിന്നീട് ഇവൾ എന്തിനാ കരഞ്ഞെന്ന് മറന്നിട്ട് ഒന്നറിയാത്ത കൂടി ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവനോട് ആ കാര്യം പറയും. അപ്പോഴാണ് അവനും സത്യം പറഞ്ഞാലേ എല്ലാ പേരൻസിനും അവരുടെ കുട്ടികളെ വളർത്താൻ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത അവസാനം നമ്മുടെ ജീവിതം ആ സമയത്തോടെ അങ്ങ് പോകും. അതുകൊണ്ട് ആദ്യം സ്വന്തം സന്തോഷത്തിനെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് അവളെ ആശ്വാസപ്പെടുത്തുമ്പം ഇവളാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കലും ആലോചിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ എന്നെ കുറിച്ച് എന്താ ആലോചിച്ച എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളും ഇവനെ പോലെ മിമിക്രി ഒക്കെ ചെയ്ത് കാണിക്കും. ഇതെന്റെ വീടാ, നിങ്ങളെ താമസിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല എന്നിട്ട് അവൻ പറഞ്ഞ പഴയ ഡയലോഗൊക്കെ പറഞ്ഞ് ഇവരുടെ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ ഫ്യൂച്ചറിൽ പോലീസാകാൻ വേണ്ടി തീരുമാനിച്ചേക്കുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന പറയും. അതേപോലെ തന്നെ ഇവൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു ഫ്യൂച്ചർ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവൾ അഡ്വൈസ് ചെയ്യുമ്പം അവൾ ഓക്കെ ബോസ് എന്ന് പറഞ്ഞ് അവന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇവൾക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരുവാണ്. ഇവൻ കയറി വരുന്ന ജനാല വഴി അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവളാണ് സ്കൂളിൽ വെച്ച് ചെന്നിക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് നോട്ട്സ് ഒക്കെ ഒപ്പിച്ച് ക്ലാസ് കഴിഞ്ഞ് അവനെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം അവൻ ഓടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരു റെക്കോർഡൊക്കെ ഒപ്പിക്കുമ്പോൾ ഇവള് നോട്ട്സ് ഒക്കെ കൊടുത്ത് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവള് തിരിച്ച് അവിടെ നോക്കുമ്പോഴാണ് അവിടുത്തെ രണ്ട് പെമ്പിള്ളാരാണ് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് ചെന്നി തമ്മിൽ എന്തോ പരിചയം ചോദിക്കും. അപ്പോഴാണ് ഇവൾ അവന്റെ അനിയത്തിയാന്ന് പറയുമ്പം അവളുമാരാണെന്ന് വിശ്വസിക്കാതെ അവനാകെ സിംഗിൾ ചൈൽഡാ, അവിടെ ചുമ്മാ ഞങ്ങൾ പറ്റിക്കല്ലേ മോളെന്ന് പറഞ്ഞ് ഇവളുമാര് അവളായിട്ട് ശല്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടേക്ക് ചെന്നിയും വന്നിട്ട് അവന്റെ ഫാമിലി ആയിട്ട് എന്തോ ഭക്ഷണം ചോദിക്കും. അതുകൊണ്ട് തന്നെ അവളുമാരും പേടിച്ചുപോയി ഇവനെ കണ്ടതൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ സ്കൂളിൽ മൊത്തം ഇവളെ ചെന്നിയുടെ അനിയത്തിയാന്ന് പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് പാട്ടാകും. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവള് നേരെ അവനെ കാണാൻ വന്നിട്ട് ഈ കാര്യമൊക്കെ എടുത്തു പറയുമ്പം അവൻ ഇത് കാരണം ഇവൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി അവൻ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്ത് എല്ലാരും ഇവന്റെ അനിയത്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മാജികിനെ ശല്യപ്പെടുത്തിയ രണ്ട് പെമ്പിള്ളാര് ഇത്ര അനിയത്തിയെ കണ്ടുടനെ അവളുമാര് മൊത്തത്തിൽ കൺഫ്യൂസായി അവിടെ നിന്ന് പോകും. എന്നിട്ട് അന്ന് രാത്രി ചെന്നി നേരെ ജനാല വഴി കയറി വന്നിട്ട് ഇവന് പഠിക്കാൻ വേണ്ടി നോട്ട്സ് എന്നതിനെ താങ്ക്സ് പറഞ്ഞ് അവൾക്ക് അതിനേരം കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവള് സന്തോഷത്തി ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ചെന്നിയുടെ പോലീസ് എക്സാം വരുമ്പം അവന്റെ കൂട്ടുകാരനാണ് നേരെ മാജിനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വന്നിട്ട് ഇവളൊരു സെക്കൻഡ് പുറത്തേക്ക് വിളിക്കും. അപ്പോഴാണ് അവളും ടീച്ചറിനോട് റെസ്റ്റ് റൂമിൽ പോകാൻ പറഞ്ഞ് പുറത്തേക്ക് വരുമ്പം അവന്റെ കൂട്ടുകാരനാണ് വെപ്രാളത്തി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വീട്ടിൽ പോയവൻ തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞ് വാതിൽ അടച്ചിട്ടേക്കുവെന്ന് പറയും. അതുകൊണ്ട് ഇവളെ ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതേസമയം അവൾ അപ്പം തന്നെ അവന്റെ അച്ഛൻ ചെയ്ത പണിയായിരിക്കും എന്ന് വിചാരിച്ച് ഇവന്റെ കൂടെ നേരെ ക്ലാസ് കട്ട് ചെയ്ത് അവിടേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെല്ലുന്ന ആ സമയത്താണ് ചെന്നിയുടെ അച്ഛനും അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ അതോടെ അവൾ അങ്ങനെ തടഞ്ഞെടുത്താൻ വേണ്ടി സ്റ്റെപ്പിൽ തന്നെ നിൽക്കും. ഇതേ സമയം അവന്റെ കൂടെ അകത്തേക്ക് ചെന്ന് നോക്കിയിട്ട് ചെന്നി അവിടെ തപ്പിക്കൊണ്ടിരിക്കുമ്പം അവനെ റൂമിൽ അവന്റെ അച്ഛൻ കെട്ടിയിട്ട് അടച്ചിട്ടേക്കുക. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിയിട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അകത്തടക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൾ ഇവിടെ നിന്ന് ഗ്ലാസ് ബോട്ടിലൊക്കെ തട്ടി പൊട്ടിക്കുമ്പം അവിടേക്ക് വന്ന് അവന്റെ അച്ഛൻ കണ്ട് ഷോക്കായിട്ട് ഇവൾക്കൊല്ലം പറ്റുമെന്ന് ചോദിക്കും. കൂടാതെ ഈ സമയത്ത് ക്ലാസ് ഇരിക്കാതെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവൾക്ക് ചെറിയ പനിയാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ സംസാരിച്ച് സമയം കളയാൻ നോക്കും. ആ സമയം തന്നെ അവന്റെ കൂട്ടുകാരനും ചെന്നി പറഞ്ഞു കേട്ട് അവനും കത്തിയൊക്കെ എടുത്തോണ്ടെന്ന് ആ റൂമിന്റെ അകത്തേക്ക് തള്ളിവിടും. അതുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ സമയം കൊണ്ട് ചെന്നി അവന്റെ കൂട്ടുകാരനായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി കാണും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അങ്ങേർക്ക് ദേഷ്യമായി. അതേസമയം തന്നെ ചെന്നിയുടെ മറ്റേ കൂട്ടുകാരനാണ് ഇനി ഒരുത്തിനും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനും പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് കണ്ട് പോലീസും ഇവനെ സഹായിക്കാൻ താല്പര്യം കൊണ്ട് പക്ഷെ സമയമായെന്ന് പറഞ്ഞ് അവർക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓരോ ഓഫീസർ സമ്മതിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വേറെ പോലീസ് ഓഫീസറാണ് ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങേര് പറഞ്ഞൊക്കെ നോക്കും. പക്ഷെ ചെന്നി പിന്നീട് താമസിച്ച് അവിടെ വരുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ പോലീസ് ഓഫീസേഴ്സും അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് കൂട്ടുകാരനെ വിഷമിച്ച് അവരെ തടയാൻ പറ്റില്ലാടെന്ന് പറഞ്ഞ് സോറി പറയുമ്പം ഇവിടെ ചെന്നി മൊത്തത്തിൽ തകർന്നു പോകും. കാരണം ഇവൻ ഇതിനു വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനഃപൂർവ്വം ഇവന്റെ അച്ഛൻ ഇവൻ അടച്ചിട്ട് ഈ ഒരു ചാൻസ് മിസ്സാക്കി. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ അച്ഛനോട് ദേഷ്യത്തി നിങ്ങളോട് ആരാ പറഞ്ഞ എന്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ. എന്നിട്ട് ഇവൻ പോലീസ് അക്കാഡമി ചേരുന്ന കാര്യം അറിഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പം അങ്ങേരാണ് പോലീസായി ഇവന്റെ സ്വന്തം അച്ഛനെ കണ്ടെത്താൻ നോക്കുവാണെന്ന് അറിഞ്ഞ് അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറയും. അതോടെ ഇവനും ദേഷ്യത്തി ചെൻലിബിൻ നിനക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു അവകാശം ഇല്ല, എന്റെ അമ്മയ്ക്ക് മാത്രം അവകാശമുള്ളായിരുന്നു, അവര് മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഫാമിലി അല്ല. എന്നിട്ട് അവൻ പറയുമ്പോൾ തന്നെ അങ്ങേരും ദേഷ്യത്തി ഞാൻ നിന്റെ ഫാമിലി അല്ലെന്നോ, എടാ ഞാൻ നിന്നെ എന്റെ മകനെ പോലെ വളർത്തിയ, നിനക്ക് വേണ്ടി ഞാൻ കുറെ ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഇലക്ട്രിസിറ്റി ജോലി വാങ്ങിച്ചു തന്നേക്കോ, ആ ജോലിക്ക് വേണ്ടി എത്ര പേര് പുറകെ നടക്കുമെന്ന് നിനക്കൊല്ലം അറിയോ. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് ചിരി വന്നിട്ട് അടിപൊളി, എനിക്ക് ഇലക്ട്രിസിറ്റി പേടിയാന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് ആ ജോലിനെ നേടിത്തന്നല്ലേ. ആദ്യം എന്റെ അമ്മയെ ഉപദ്രവിച്ച് ഇപ്പൊ നിനക്ക് എന്നെ ഉപദ്രവിക്കണം, എന്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴാ പോയി തരാൻ പോന്നെ. എന്നിട്ട് അവനും തിരിച്ചു ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അച്ഛനാണ് അവിടെ നിന്ന് വീണ്ടും വയറൊക്കെ എടുത്ത് ഇവന് ഷോക്ക് കൊടുക്കാൻ പോകും. ഇതോടെ അവനും ദേഷ്യത്തി അയാളെ പിടിച്ച് തള്ളിവിട്ടിട്ട് അവൻ അടിക്കാൻ വേണ്ടി പോകും. പക്ഷെ പിന്നീട് അവനെ തന്നെ നിർത്തിയിട്ട് ഇങ്ങേരെ പോലെ അവനല്ലെന്നറിഞ്ഞ് അവനൊന്നും ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് വൈകിട്ട് സ്കൂളിൽ വെച്ചാണ് മാജിങ്ങിനോട് അവളുടെ വീട്ടിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് അവൾ നേരത്തെ പോയിക്കോളാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ നേരെ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഇവളുടെ അമ്മ ജോലി ചെയ്ത കമ്പനി സീൽ ചെയ്ത് അത് വെറും ഫ്രോഡാന്ന് പറഞ്ഞ എല്ലാവരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും.
കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ടോണ്ട് ഇവൾ നേരെ ആശുപത്രിയിലേക്ക് വരുമ്പം ഇവളുടെ അമ്മയും ചെന്നിയായിട്ട് വഴക്കുണ്ടാക്കിയതിനു ശേഷം അവന്റെ അച്ഛൻ കുറെ കുടിച്ചിട്ട് തലയടിച്ച് വീണ് ഇപ്പൊ കോമയെ കിടക്കുമെന്ന് പറയും. അങ്ങനെ ഒന്നിന്റെ മേലെ ഒരു പ്രശ്നം വരുമെന്ന് പറഞ്ഞ് അവരവിടെ മാസ്ക് ഒക്കെ ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എല്ലാരും കൂടെ ഇപ്പൊ ഇവരെ തപ്പി നടന്നുകൊണ്ടിരിക്കുക. ഇവരെ വിശ്വസിച്ച് പൈസ ഇറക്കിയവരൊക്കെ പൈസ ചോദിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ആശുപത്രിയുടെ പൈസയൊക്കെ ആര് നോക്കുമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവിടെ ദേശീയ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഇതെല്ലാം കേട്ട് അമ്മ വേണി വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കും. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഇവളുടെ അമ്മയാണ് അയാളുടെ പാസ്ബുക്ക് എവിടെന്ന് പറഞ്ഞ് ആ പൈസയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആശുപത്രിയിലുള്ള മാജികിനെ ഫോം വിളിച്ചിട്ട് നാളെ ഇവളെ അങ്ങേര് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഫയൽ ചെയ്യാൻ പറയും. അപ്പോഴാണ് അവളും അമ്മ അതിന് അങ്ങേര് കല്യാണം കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഇവളെ കൊണ്ട് എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയാണ് അങ്ങേരുടെ മകള് ചെങ്ങിയെന്ന് പറഞ്ഞ് എന്തേലൊക്കെ പറഞ്ഞ് റെഡിയാക്കാൻ പറയും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും അവിടെ ചെന്ന് ഇൻഷുറൻസ് ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇവളെയാണ് സൈൻ ഇടാൻ പറയും. പക്ഷെ ഇവള് ചെന്നിയല്ലാത്തോണ്ട് അവള് പിന്നീട് വരാന്ന് പറഞ്ഞിട്ട് അവനെ ഫോം വിളിച്ചു നോക്കും. പക്ഷെ അവനാണെ ഫോം പോലും എടുക്കത്തില്ല. അതുകൊണ്ട് ഇവള് വേണ്ട ആശുപത്രി ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അവിടേക്ക് വന്നിട്ട് ഇൻഷുറൻസ് ഒക്കെ ഫയൽ ചെയ്തെന്ന് പറഞ്ഞ് അവളുടെ കാർഡ് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അമ്മയാണ് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന ഇവന്റെ അച്ഛന് ഈ സമയത്ത് ഇവൻ വേണം കൂടെ നിന്ന് നോക്കേണ്ടെന്ന് പറയും. അതുകൊണ്ട് ആശുപത്രികളുടെ പൈസയെ കുറിച്ചൊക്കെ ഇവൻ ഇപ്പൊ തന്നെ ആലോചിക്കാൻ പറയുമ്പം അവനും തിരിച്ച് കളിയാക്കിയ രീതിയിൽ ആന്റി എന്നോട് ഇത്രയ്ക്കും വലിയ ജോലിയൊക്കെ ഇപ്പൊ തരാൻ തോന്നുവാണല്ലേ, എന്തോ പറ്റി നൈസിനങ്ങ് മുങ്ങാൻ നോക്കുവാണോ, നിങ്ങളല്ലേ നമ്മൾക്കൊരു ഫാമിലി എന്ന് പറഞ്ഞു നടന്നേ, ഇപ്പൊ ആ ഫാമിലിയൊക്കെ അവിടെ പോയി, ഞാൻ വേറെ ഒരു പഠിക്കുന്ന പയ്യന, എന്റെ എവിടെ നിന്ന പൈസ എന്ന് അവനും പറഞ്ഞ് അവരെ മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആക്കും. അങ്ങനെ അതിനുശേഷം മാജിങ്ങാണ് ഇവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവൻ പരീക്ഷ എഴുതാൻ പറ്റാത്തത് ഈ വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം എവിടെ ആയിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും പോകാനാണോ സ്ഥലമില്ലാത്തതെന്ന് പറഞ്ഞ് അവനുള്ള എല്ലാ സ്ഥലത്തും കറങ്ങിയിട്ട് അവന്റെ കൂട്ടുകാരന്റെ റിപ്പയർ ഷോപ്പിൽ ഒരു മൂലയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു പറയും. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന ആ സമയമാണ് പെട്ടെന്ന് അങ്ങേർക്ക് മൊത്തം സീരിയസ് ആയി മരിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അതിനുശേഷം ഡോക്ടറാണ് ഫുള്ള് ചെക്കൊക്കെ ചെയ്തിട്ട് അങ്ങേരുടെ ഫാമിലി ആരാൻ ചോദിക്കുമ്പോൾ ചെന്നി അവനാന്ന് പറയും. അപ്പോഴാണ് ഡോക്ടറും പേഷ്യന്റിന് ഇനി ജീവൻ വരത്തില്ല, വേണേ നമുക്ക് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തു നോക്കാം, പക്ഷെ ബോധം വരാൻ ഒരു ചാൻസ് ഇല്ലെന്ന് പറയും. അതുകൊണ്ട് തീരുമാനം എന്തോ വേണ്ടെന്ന് പറഞ്ഞ് ഇവനെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അവൻ അപ്പം തന്നെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ സൈനിട്ട് കൊടുക്കും. അതിനുശേഷം അവനും നേരെ അവന്റെ അച്ഛന്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ഇവളോട് പറഞ്ഞു കൊടുക്കും അവൻ ഇനി ഇങ്ങനെ സേവ് വെച്ചേക്കുന്ന പൈസയും കൊണ്ട് അടുത്തുള്ള ക്ലബ്ബ് അവന്റെ ഫ്രണ്ട്സായിട്ട് വാങ്ങിക്കാൻ പോവാന്ന്. അതുകൊണ്ട് ഇവളുടെ അമ്മ ആ ബാങ്ക് അക്കൗണ്ടിന്റെ പുറയിലാന്ന് അവൻ അറിയാന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ആ പൈസ ഒന്നും തരാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതിന് പകരം വേണേ ഇവള് പഠിച്ചിട്ട് ഇറങ്ങുന്നവരെ ആ വീട്ടിൽ തന്നെ ഇവളുടെ അമ്മയുടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് കരയുമ്പോൾ തന്നെ ഇവൾ അടുത്തിരുന്ന് അവനെ സമാനപ്പെടുത്തും. കാരണം DNA ടെസ്റ്റ് എടുത്തപ്പോഴാണ് ഇവൻ അറിയാൻ വന്ന യഥാർത്ഥത്തിൽ ഇങ്ങേര് തന്നെ അവന്റെ സ്വന്തം അച്ഛൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനെ സങ്കടത്തി അങ്ങേര് അടക്കം ചെയ്യും. അതിനുശേഷം ചെന്നിയാണ് അവൻ നേരെ ആ ക്ലബിലേക്ക് ചെന്നിട്ട് അവൻ ആ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിക്കും. കാരണം ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും മാജിന്റെ അമ്മ ജോലി ചെയ്ത ആ കമ്പനിയിലാണ് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അതൊക്കെ പറ്റിപ്പായെന്ന് അറിഞ്ഞ ഉടനെ ഇവരെല്ലാം നഷ്ടത്തിലായി. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്മയും മാജിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ അവളും ക്ലാസ്സിലൊക്കെ പോകണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മയോട് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ഇട്ട് അവളുടെ അമ്മയും അതൊക്കെ കുറച്ച് ദിവസം അവധി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവളും വിളിച്ചോണ്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടുത്തെ ഷട്ടർ ഓപ്പൺ ചെയ്ത് ചെന്നി അകത്തേക്ക് കയറിയും. അങ്ങനെ അവനും പൈസ വെച്ച് ആൾക്കാരും നിൽക്കുമ്പോൾ ഇവരെങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവളാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇനി പുറത്തെങ്ങും പോയി താമസിക്കേണ്ട, ഇവന്റെ റൂം ക്ലീൻ ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ താമസിക്കാൻ പറയും. അപ്പോഴാണ് അത് കേട്ട് അടുത്ത സെക്കൻഡ് അവനും നിനക്കത് സമ്മതമാണോ, നിന്റെ പ്രായം നോക്ക്, നമുക്കെങ്ങനെ ഒരുമിച്ച് ഒരേ റൂമിൽ താമസിക്കാൻ പറ്റുന്നത് എന്നിന് അവനും പറയുമ്പോൾ ഇവളും ഇത് ഇവന്റെ വീടല്ലേന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാന്ന് പറയും. അപ്പോഴാണ് അവനും കുറച്ച് ദേഷ്യത്തിലൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, തൽക്കാലം അത് നിന്റെ റൂമാ, ഇനിയിപ്പം നിന്റെ അമ്മയുടെ പേരും പറഞ്ഞ് പൈസയ്ക്ക് എന്റെ ആരെങ്കിലും വരുവാണ് നീ എന്നെ വിളിച്ചാൽ മതി, നിന്നെ കൊണ്ട് അവരൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നിന് അവൻ അവളോട് കുറെ കെയറിംഗ് ഒക്കെ കാണിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവള് സ്കൂളിലുള്ള സമയത്ത് ഇവളുടെ അമ്മ ടീച്ചറിനെ ഫോൺ വിളിച്ചിട്ട് ഇവളുടെ അടുത്ത് പറയും ഇപ്പൊ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അന്ന് ജോലി സ്ഥലത്ത് പരിചയപ്പെടുത്തിയ ലീ എന്ന് പറഞ്ഞ അങ്കിൾ ഇവള് വിളിക്കാൻ വരും, അങ്ങേറെ കുറെ നേരെ ബസ് സ്റ്റാൻഡ് വരാൻ വേണ്ടി പറയും. കാരണം ഇവളായിട്ട് ഇവിടെ മുങ്ങാനാ പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് ടീച്ചറും ഇവളുടെ അമ്മ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്കെന്ന് പറഞ്ഞ് ഇവളെ നേരത്തെ പോയിക്കോളാൻ പറയും. അതേസമയം ഇവിടെ ചെന്നിയാണ് അവനെ ക്ലബ്ബ് വാങ്ങിക്കാൻ വേണ്ടി അവന് ലോൺ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഇവന്റെ വീട് തന്നെ ലോൺ വെച്ച് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛന്റെ സൈനെ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവന് ഡേറ്റ് കണ്ടിട്ട് സാർ ഈ ലോൺ എടുത്തേക്കുന്ന എന്റെ അച്ഛൻ ICU കടന്നപ്പോഴ അങ്ങേര് ബോധമില്ലാതെ എങ്ങനെ വീടിന്റെ പത്രമൊക്കെ വെച്ച് ലോൺ എടുക്കുന്നത്, അതിനകത്ത് നിങ്ങൾ പറയാൻ വരുന്ന എനിക്കിപ്പോ ലോണും കിട്ടത്തില്ല, ഈ ഇടയ്ക്കായിട്ട് എടുത്ത് ലോണിന് ഞാൻ വേണം പൈസ അടയ്ക്കാനല്ലേ എന്നിന് അവനും കാര്യമൊക്കെ മനസ്സിലാവും. അവളുടെ അമ്മ ഈ വീട് ലോൺ വെച്ച് പൈസ ആയിട്ട് ഇവിടുന്ന് മുങ്ങുവന്ന്. പക്ഷെ ഇവന്റെ അച്ഛന്റെ സൈൻ മനപ്പൂർ ഇട്ട് വെച്ചോണ്ട് ഇവൻ വേണം പൈസയൊക്കെ അടയ്ക്കാൻ. അതിനുശേഷം അവന്റെ കൂട്ടുകാരൻ വഴി ഇവൻ അറിയാൻ വരും അവളുടെ അമ്മയും കൂടെ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവാന്ന്. അതുകൊണ്ട് ഇവര് നേരെ മാജീനെ അന്വേഷിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പം അതേസമയം അവളുടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന അങ്ങേരും ഇവളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ അവളാണ് ഞാൻ എന്തിനു വരണമെന്ന് പറഞ്ഞ് അവളും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു നിവന്മാരും ദേശത്തി രാവിലെ സമയത്ത് തന്നെ ഒരു പെങ്കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ചൂടാകും. പക്ഷെ അങ്ങേരാണ് കിഡ്നാപ്പ് ഒന്നല്ലെന്ന് പറഞ്ഞ് അവിടെ വരുന്ന പോലീസിനോടൊക്കെ ഇവളുടെ അമ്മ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് ഇവൾക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിലൊക്കെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവളാണ് അങ്ങനെ നല്ലെന്ന് പറഞ്ഞ് അവൾ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ അയാൾ മൊത്തത്തിൽ
ശ്രുതി പേടിച്ചുപോയി. ഞങ്ങൾ എന്തായാലും ആദ്യം ബസ് സ്റ്റാൻഡിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവളെ പിന്നീട് വരാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ചെന്നിയും ദേഷ്യത്തി ഇവളുടെ അമ്മ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അവളെയും വിളിച്ചുകൊണ്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലും. പക്ഷെ ഇവ രണ്ടുപേരും എവിടെ അന്വേഷിച്ചിട്ടും അവളുടെ അമ്മയെ കാണത്തില്ല. കാരണം ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത അവളുടെ അമ്മ എപ്പോഴേ സ്ഥലം വിട്ടുപോയി. അതുകൊണ്ട് അവനും ദേഷ്യത്തി ഇവളോട് ഇവളുടെ അമ്മ ഇവളും കൂടെ പൈസയായിട്ട് എങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവനോട് സത്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവനാണ് വിശ്വാസം വരുത്തില്ല. അതുകൊണ്ട് അവള് ഓരോ ബസ്സിനകത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവളുടെ അമ്മ ഉണ്ടെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവരെവിടെ തന്നെ കാണത്തില്ല. അതിനുശേഷം അവളും രണ്ട് രക്ഷപ്പെടാൻ നോക്കിയ ഇവളെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ചോദിക്കുമ്പോൾ അവനെങ്കിൽ പിന്നെ ഇവൻ ഇവളുടെ പുറകെ വരുന്നില്ല. ഇവളുടെ അമ്മയുടെ കൂടെ ഇവൾക്ക് ഇവിടുന്ന് പോകാൻ അറിയും. അപ്പോഴാണ് അവളും വിഷമിച്ച് അമ്മ എവിടെന്നറിയാൻ ഞാൻ എങ്ങനെയാ പോന്നെ, നിനക്ക് ഇപ്പോഴും എന്നോട് വിശ്വാസം വന്നില്ല എന്ന് അവള് ചോദിക്കുമ്പോൾ തന്നെ ഇവനും എന്തായാലും ഇവളെ നോക്കിക്കോളാൻ അവനെ കൊണ്ട് പറ്റത്തില്ലെന്നറിഞ്ഞ് എവിടെയൊക്കെ പോകുന്നറിഞ്ഞ് അവന്റെ ഇരിക്കുന്ന പൈസയെ കൊടുത്തിട്ട് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.